ഹായ് അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിലും അതുപോലെ തന്നെ തിരക്ക് പിടിച്ച ദിവസങ്ങളിലൊക്കെ തയ്യാറാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ചിലർക്കൊക്കെ അതറിയാം, എന്നാലും അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതേ കപ്പിന് തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. 250 ml കപ്പിനാണ് ഞാനിവിടെ മൈദ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ചേർത്ത് കൊടുത്താൽ നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടും, അതിനാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊരു തവി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ അത് നല്ലപോലെ ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ മിക്സിയിലൊരു 1-2 മിനിറ്റോളം അരച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് 2 മുട്ടയാണ്. 1 മുട്ട വെച്ചിട്ടും ചെയ്തെടുക്കാം. 2 മുട്ട വെച്ച് ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതൊരു വിസ്കോ സ്പൂണ് വെച്ചിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി മഞ്ഞൾപ്പൊടിയുടെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, നല്ലൊരു കളർ കിട്ടും. ഇനി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടായതിന് ശേഷം ഓരോ തവി മാവ് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കുക. ഇതിനെ അടച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം കുക്കായി വരുമ്പോൾ ഇതിന് മുകളിൽ നമ്മൾ ഓയിൽ തേച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തും ഓയിൽ നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക. ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ ഒരു വശം കൂടി നല്ലപോലെ ഒന്ന് കുക്കായി കിട്ടണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നല്ലപോലെ ഒന്ന് കുക്കാക്കി എടുക്കണം. അപ്പോൾ അത് അവിടെ ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അടുത്തത് ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കണം. അപ്പോൾ അത് മുഴുവനായിട്ട് നമ്മളിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും, അതുപോലെ തന്നെ നല്ലൊരു സോഫ്റ്റാണ്. കുട്ടികൾക്ക് പോലും ഇത് ചെയ്യാൻ പറ്റും കേട്ടോ, അത്രയ്ക്ക് സിമ്പിളാണ് ഈ ഒരു റെസിപ്പി. ഇതിൽ നമ്മൾ മുട്ട ചേർത്ത് കൊണ്ട് തന്നെ ഇതിന് വേറെ കറികളൊന്നും വേണ്ട, ഇത് വെറുതെ കഴിക്കാം. ഇത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് കഴിച്ച് നോക്കണം, അപ്പോഴേ ഇതിൻ്റെ രുചി എന്താണെന്നുള്ളത് അറിയുള്ളൂ. ഒരു പ്രാവശ്യം നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും പിന്നെ ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കുള്ളൂ. അത്രയ്ക്ക് നല്ലൊരു രുചിയുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.